ഇന്ന് പുലർച്ചെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് SI ജയന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ 64-കാരൻ അശോകനാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടാനായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം സഹപ്രവർത്തകരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ, അശോകനോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. എന്താണ് ഇന്ന് പുലർച്ചെ സംഭവിച്ചത്? രാവിലെ 5:15 എൻ്റെ ഓട്ടോറിക്ഷ റെയിൽവേ പെർമിറ്റുള്ള വണ്ടിയാണ്. അവിടെ പാർക്ക് ചെയ്ത് ഓട്ടോ എടുക്കാനായിട്ട് പെർമിറ്റുണ്ട്. 4006 രൂപ 6 മാസത്തേക്ക് അടച്ച റെസീറ്റാണിത്. എനിക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് റെയിൽവേ അനുമതി തന്നിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിരുന്ന സമയത്ത് തമ്പാനൂർ SI ആരോ VIP വരണമെന്ന് പറഞ്ഞ് എന്നോട് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ പെർമിറ്റുള്ള വണ്ടിയാണ്, ഇവിടെ പാർക്കിംഗ് പെർമിറ്റുള്ള വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി എടുത്ത് മാറ്റിടാന്ന് പറഞ്ഞ് തള്ളാക്കി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാറേ വണ്ടി മാറ്റിത്തരാം, തള്ളാക്കി വിളിക്കുന്നത് എന്തിനെന്ന് കേട്ടു. ഒറ്റ അടി എൻ്റെ കവാലത്തിൽ എൻ്റെ ഗ്ലാസും പൊട്ടി. ഞാൻ അയ്യോ എന്ന് വിളിക്കുന്നു, ഇവിടെ ഒരു ചവിട്ടും. ഇത് ഇത്രയും അവിടെ ഞാൻ അവിടെ കുഴഞ്ഞ് വിഴുന്ന് ഞാൻ പിന്നെ അവിടെ നിന്ന് എന്നെ സഹപ്രവർത്തകരോട് ആശുപത്രി കൊണ്ടുവന്നു. അപ്പം ഡ്യൂട്ടി ഡോക്ടർ എഴുതിയൊക്കെ തന്ന് ഇത് കേൾവി ടെസ്റ്റ് ചെയ്യാൻ. എനിക്ക് ഇവിടെ നല്ല തരിപ്പും ചെവിയൊന്നും കേട്ടൂടാ, ഒരു 50% കേട്ടൂടാ. അപ്പോൾ നല്ല ഇനിയിപ്പം ടെസ്റ്റിന് എഴുതി തന്നേക്കുന്നു. ഞാൻ അങ്ങനെ ഇവിടെ അഡ്മിറ്റിലാണ്. ചേട്ടൻ പറയുന്നുണ്ടല്ലോ, ആ വീഡിയോ അടക്കം പുറത്ത് വന്നിരുന്നു. ആ വീഡിയോയിലടക്കം ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം. സാറ് തിരിച്ച് ആ സാറിനോട് ചേട്ടൻ തന്നെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, അതായത് എനിക്ക് പരാതിയുണ്ട്, ഞാൻ പരാതി നൽകുമെന്ന് പറയുമ്പോഴും അദ്ദേഹം ആക്രോശിക്കുന്നുണ്ടോ? ഈ SI മുമ്പ് പരിചയം ഉണ്ടായിരുന്നു? എനിക്കൊരു പരിചയമില്ല. ഞാൻ പോലീസിൽ എനിക്കൊരു കേസുമില്ല. ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജീവനക്കാരനായിരുന്ന ആളാണ്. ഞാൻ പെൻഷൻ പറ്റിയതിന് ശേഷം ആട്ടോ എടുത്ത് മാന്യമാടത് ഓടുന്നു. എനിക്ക് എൻ്റെ പേരിലൊരു പെറ്റി കേസ് പോലും ഇല്ല. അത്ര മാന്യമായിട്ട് ഇവിടെ സ്റ്റാൻഡിലൊക്കെ എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം. അപ്പോൾ അത്ര എൻ്റെ മുഖത്തൊക്കെ എൻ്റെ തള്ളാക്കി വിളിച്ചപ്പോൾ ഞാൻ കേട്ടു, സാറേ എന്തിനാ എന്നെ തള്ളാക്കി വിളിക്കണമെന്ന് കേട്ടപ്പോഴാണ് ഒറ്റ അടിയും ഒരു ചവിട്ടും, വണ്ടി മാറ്റിടാന്നും പറഞ്ഞു. ആ ദൃശ്യങ്ങളടക്കം പറയുന്നുണ്ട് എടോ എന്ന് താങ്കൾ സാറിനെ വിളിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു ആരോപണത്തിൽ വാസ്തവമുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും വിളിച്ചില്ല. എനിക്ക് ആ അടിയോടുകൂടി എന്തരെന്ന് പോലും അറിഞ്ഞുകൂടാ. ഞാൻ എന്നെ തള്ളാക്കി വിളിക്കുന്നതും ചവിട്ടുന്നതും CCTV ദൃശ്യം അവിടെ 5:15 റെയിൽവേ എന്ന് മാഡത്തിന് പരിശോധിക്കാമെങ്കിൽ അതെടുക്കും. വാഹനം മാറ്റിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണോ? ഒറ്റ കാരണം കൊണ്ടാണ്. എനിക്ക് പെർമിറ്റുള്ള വണ്ടിയാണ് അവിടെ റെയിൽവേ തന്നിട്ടുണ്ട്. 200ാമത്തെ വണ്ടിയാണ് അവിടുത്തെ എൻ്റെ. ഞാൻ 2006 രൂപ 6 മാസത്തേക്ക് ഇത് അടച്ചിട്ട് 15 ദിവസമായുള്ളൂ. അടച്ച് സഹപ്രവർത്തകരെ വന്ന് മാറ്റുന്ന സമയത്ത് ഈ പോലീസുകാരൻ എങ്ങനെയാണ് പെരുമാറിയത്? ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് അവരുടെ ആരുടെയെങ്കിലും സഹപ്രവർത്തകരോ സഹായിക്കും? മാഡം എനിക്കൊരു കള്ളവും പറയണ്ട. CCTV പരിശോധിച്ചാൽ അറിയാം. ആ കാണും എല്ലാ ഡ്രൈവർമാരും ഓട്ടിച്ചിട്ട് ചീത്തയും വിളിക്കുന്ന അടിക്കാൻ പോകും. എത്ര ഈ ഒരു SI ഇവിടെ ചാർജ് എടുത്തിട്ടില്ലെങ്കിൽ എത്ര ദിവസമായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞൂടാ. ഞാൻ ഈ പോലീസ് കേസുമായിട്ടൊന്നും ബന്ധമുള്ള കണ്ടിട്ടില്ല. അവിടെ എനിക്കറിയില്ല. ആളിനെ കണ്ടാൽ അറിയാം. ഇപ്പോൾ ഒരു JNC എന്നാണ് അറിവ്. ആളിനെ കണ്ടാൽ അറിയാം. അല്ലാതെ പോലീസുകാരൊപ്പം ഉണ്ടായിരുന്നോ? കുറെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ പിടിച്ച് മാറ്റിയായിരുന്നു. ഇപ്പോൾ നിലവിൽ ആരെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും ചേട്ടനെ വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചില്ല. എന്താ ബുദ്ധിമുട്ട് ചേട്ടൻ? ഇപ്പം എന്താ അനുഭവം? എനിക്ക് ഈ ഭാഗം ഇത്രയും ചെവിയൊന്നും കേട്ടൂടെ. ഈ ഭാഗം ഭയങ്കര തരിപ്പ്. ഇവിടെ ഒരു ചവിട്ട് കിട്ടി, അതും നല്ല വേദനയുണ്ട്. ഇപ്പോൾ ഇവിടെ ടെസ്റ്റിന് എഴുതി തന്നേക്കണ്. പരാതി നൽകിയിട്ടുണ്ടോ നിലവിൽ ഉദ്യോഗസ്ഥന്? അത് ഇതുവരെ കൊടുത്തില്ല. ഞാൻ കൊടുക്കണം. എനിക്ക് പരാതിയുണ്ട്. ട്രേഡ് യൂണിയൻ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി നൽകിയിട്ടുണ്ടെന്നാണ്, ഉടനെ പരാതി നൽകുമെന്നാണ് ഇദ്ദേഹം അറിയിക്കുന്നത്. അറിയാൻ കഴിഞ്ഞത് ഈ അടിയും ചവിട്ടും കൊണ്ട് എനിക്കെതിരെ കേസെടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീണ്ടും എനിക്കെതിരെ ഞാൻ അടിയും കൊണ്ട് ചവിട്ടും കൊണ്ട് എന്നിട്ട് എനിക്കെതിരെ കള്ള കേസെടുത്തേക്കാണ്. ഒപ്പം ഉണ്ടായിരുന്നവർ കൂടിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് മുരളിന്നാണ്. അവിടെ 4 ട്രേഡ് യൂണിയൻ ഉണ്ട്. അവിടെ അത് കൊടിയുടെ കളറൊന്നും നോക്കാൻ പറ്റുന്നതല്ല. നമ്മൾ 4 യൂണിയനും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഇത് പറഞ്ഞതിൽ 5:15 5:15 ആയില്ല. 5 കറക്റ്റായിട്ട് പറയണമെങ്കിൽ 5:13 ആയുള്ളൂ. ആ സമയത്ത് 2 ലൈനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം ഏറ്റവും ബാക്കിലാണ് ലൈനിലാണ് കിടന്നത്. അപ്പോൾ അവിടെ ADGP എന്തോ വരുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം കുതിച്ച് ചാടി നേരെ ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, അപ്പം ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു. ഇദ്ദേഹം എൻ്റെ വണ്ടി ശാലംകുട ഫ്രണ്ടിലോട്ടാണ് കിടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ആക്രോശിച്ചുകൊണ്ട് പള്ളി വിളിച്ചു. മേഡത്തിൻ്റെ അടുത്ത് ആ ഭാഷ പറയുന്നില്ല. പള്ളി വിളിച്ചുകൊണ്ടാണ് വന്നത്. തള്ളയ്ക്ക് തന്നെ വിളിച്ചുകൊണ്ട് വണ്ടി നീക്കടാന്ന് പറഞ്ഞു. ഇയാൾ വണ്ടി നീക്കടാന്ന് പറഞ്ഞപ്പോൾ ഷെൽഫ് അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. എന്നിട്ട് ഇയാൾ ഒന്നുകൂടെ എന്താ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞ് പിന്നെയും പള്ളി വിളിച്ചപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്നെ എന്തിനാ പള്ളി വിളിക്കണം നേട്ടപ്പോൾ ഒറ്റയടി. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് സാർ എന്തിനാ എന്നെ അടിക്കണം നേട്ടപ്പോൾ ഒരു ചവിട്ട് ഈ ഭാഗത്താണ് കൊടുത്തത്. നടന്ന സംഭവമാണ്. ഇതാണ് അവിടെ നടന്നത്. അതിനുശേഷം ഞാൻ, സാറേ എന്തോ സാറേ ഇത് കാണിക്കുന്നത്, 76ഉം 73ഉം കാലയളവല്ല, അത് 2026 ഈ തൊഴിലാളികളെ ഇങ്ങനെ വന്ന് സാറ് ഗുണ്ടായുസം കാണിക്കുന്നത് എന്തിനെന്ന് ഞാൻ അങ്ങോട്ട് കേട്ടു. എന്നിട്ടും അയാൾ ആക്രോശിച്ചുകൊണ്ട് പള്ളുവിളിയായിരുന്നു. പള്ളുവിളി എന്ന് പറഞ്ഞാൽ പച്ച പള്ളുവിളിയാണ്. ലേഡി
ആൾക്കാരെല്ലാം അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്താണ് ഈ വിളി. അപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് രാവിലെ ഇവിടെ 5:15 ഇവിടെ കൊണ്ടുവന്നു. ആ സമയത്ത് തന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒ.പിയിലാണ് കാണിച്ചപ്പോൾ അവിടെ മെഡിസിനൊക്കെ എഴുതി കൊടുത്തു വിട്ട് നേരെ അവിടെ വന്നപ്പോൾ ഇയാൾ തലചുറ്റി പിന്നെയും വീണു, ഛർദ്ദിച്ചു, പിന്നെയും തിരിച്ചിവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇവർ സർക്കാരിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ അറിയാലോ, അവരുടെ ഒരു ഭാഗമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യാതെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് സർജറിയെ കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ 4012 രൂപ പ്രതിവർഷം 6 മാസത്തിലൊരിക്കൽ 2006 രൂപ അടച്ചാണ് വണ്ടി ഓടുന്നത്. അവിടെ ഇതും നമുക്ക് ഒരു സേഫ്റ്റിയും ഇല്ല. ഇപ്പോൾ ഇന്ന് ഇദ്ദേഹത്തിന് അടിച്ചെങ്കിൽ നാളെ എന്നെ അടിക്കും വന്ന്. ഇതാണ് അവസ്ഥ അവിടെ. അപ്പോൾ പോലീസിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്ത് തന്നെ പോകണമെന്നാണ് എൻ്റെ പോലും. ഒപ്പമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്ന അത് തന്നെയാണ്. നമുക്കറിയാം, ഈ DGPയുടെ അടക്കം സർക്കുലർ ഉണ്ടായിരുന്നു. പൊതുജനങ്ങളോടും ഒപ്പം തന്നെ സ്റ്റേഷനിൽ പല ആവശ്യങ്ങൾക്ക് എത്തുന്ന ആൾക്കാരോടുമൊക്കെ സഭ്യമായ ഭാഷയിൽ പെരുമാറണം എന്നുള്ളത്. ആ സർക്കുലർ നിലനിൽക്കെയാണ് ഈ SI ജയന്റെ നേതൃത്വം ഇത്തരത്തിലുള്ള അസഭ്യം പറഞ്ഞുകൊണ്ട് മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം ഇവർ ഉന്നയിക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അശോകന്റെയും തീരുമാനം. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നാണ് ഓട്ടോ സ്റ്റാൻഡിലെ മറ്റു ഡ്രൈവർമാരും അറിയിച്ചിരിക്കുന്നത്. ഗോപകുമാറിനോടൊപ്പം MS വീണ, ജനം, തിരുവനന്തപുരം.